നമസ്കാരം. കവിയും നടനും സർവോപരി ചുമട്ടുതൊഴിലാളിയുമായ ശ്രീ അരിസ്റ്റോ സുരേഷാണ് മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക്. നമസ്കാരം. ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ചുമട്ടുതൊഴിലാളി എന്ന് പ്രയോഗിച്ചത്. കാരണം അവിടെ നിന്ന് വളരെ ഉയരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു താങ്കൾ. പ്രത്യേകിച്ചും പാട്ടുകാരൻ എന്നുള്ള നിലയിലും ഒരു നടൻ എന്നുള്ള നിലയിലും താങ്കൾ ചിരപ്രതിഷ്ഠ നേടാൻ പോകുന്ന അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനാകാൻ പോകുന്ന നിരവധി സിനിമകൾ വരാനിരിക്കുന്നു, അല്ലെങ്കിൽ കവിതാ പുസ്തകം തന്നെ വരാൻ പോകുന്നു. ആദ്യം ഒരു പാട്ട് പാടിക്കൊണ്ട് തന്നെ തുടങ്ങാം. പുതിയ പാട്ട് പാടിക്കുന്നത് പൂങ്കിളികൾ പുന്നാരക്കിളികൾ എന്നരുമയാം കുഞ്ഞാറ്റക്കിളികൾ വാഴുന്നൊരു പൊൻകൂട്ടിൽ പൂക്കാലത്താലവുമായി പൊന്നോണം വിരുന്നിനെത്തുന്നേ, തിരുപൊന്നോണം വിരുന്നിനെത്തുന്നേ, പൂങ്കിളികൾ പുന്നാരക്കിളികൾ. ഒരുപക്ഷെ ആക്ഷൻ ഹീറോ ബിജുവിലെ മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്ന പാട്ടിലൂടെയാണ് താങ്കൾ വളരെയേറെ പ്രശസ്തനായത്. അതിനു മുമ്പ് തന്നെ ഒരുപാട് പാട്ടുകൾ സ്വന്തം അനുഭവത്തിൻ്റെ ചുറ്റുപാടിൽ നിന്നും എഴുതിയിട്ടുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. ഒരുപാട് ശേഖരിച്ചു വെച്ചിട്ടുമുണ്ട്, നോവൽ ഇറക്കിയിട്ടുണ്ട്, സ്വന്തമായി എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ എഴുത്തിലേക്ക് വരുന്നത്? എഴുത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ എഴുത്ത് ഉണ്ട്. നമ്മുടെ ലൈഫ് കുറച്ച് സംഘർഷഭരിതമായ ലൈഫായിരുന്നു. സംഘടന ഒക്കെ റോട്ടിൽ സ്ട്രീറ്റ് ജീവിതം. ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങൾ സന്തോഷപ്രദമാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഭാഗമായിരുന്നു എഴുത്ത്. ആദ്യ കാലത്തൊക്കെ നമ്മൾ കുട്ടിപ്രായത്തിലൊക്കെ ഈ നാടകങ്ങൾ പോലുള്ള സംഭവങ്ങളാണ് എഴുതിയിരുന്നത്. പിന്നെ കൂട്ടുകാർക്ക് വേണ്ടി കുറേ പ്രണയലേഖനങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. പ്രണയലേഖനങ്ങളൊക്കെ കവിതാമയമായിരിക്കും. കവിതാമയമായ പ്രണയലേഖനങ്ങൾ എഴുതി കൊടുത്തു. നമ്മുടെ പ്രണയലേഖനങ്ങൾ കൊണ്ട് ഒരാളും പ്രേമസാഫല്യത്തിലെത്തിയിട്ടില്ല. എല്ലാവരും പരിപാടിയിലായത്. ഈ ആക്ഷൻ ഹീറോ ബിജുവിൽ കുടിയൻ്റെ വേഷം അവതരിപ്പിക്കാൻ ചാൻസ് കിട്ടുന്നു. ഈ പാട്ടും കൂടെ എങ്ങനെയാണ് ആ സിനിമയിൽ എടുക്കാൻ തീരുമാനിച്ചത്? എങ്ങനെയാണ് പാട്ട് അവർക്ക്? അത് പാട്ടാണ് ആദ്യം എടുക്കാൻ തീരുമാനിച്ചത് സാർ. പാട്ടെടുക്കാൻ തീരുമാനിച്ചിട്ട് എന്നോട് പാടാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ സാർ ഞാൻ പാട്ടുകാരനല്ല, സയൻസ് സാറാണ്. എപ്പോഴും സയൻസ് സാർ. ഞാൻ പറഞ്ഞു ഞാൻ പാട്ടുകാരനൊന്നുമില്ല, പാടാൻ അറിയാമെന്നുള്ള നല്ല ഗായകനെ വെച്ച് പാടിക്കുക, പാട്ട് കുറച്ച് മെച്ചം വലിയ സാർ പറഞ്ഞാൽ അത് പറ്റില്ല, സുരേഷ് തന്നെ പാടണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സമ്മതിക്കായിരുന്നു. ഇങ്ങനെ സിനിമയിൽ കിട്ടിയ ചാൻസ് തട്ടിക്കളയണ്ടെന്ന് വിചാരിച്ചിട്ട് പാടാൻ സമ്മതിക്കും. പാട്ട് എങ്ങനെയാണ് അവർക്ക് കിട്ടിയത്? അത് എൻ്റെ ഒരു കൂട്ടുകാരൻ ശ്രീജിത്ത്, ഞങ്ങൾ കൂട്ടുകാർക്കിടയിലൊക്കെ ഇരുന്ന് ഇതുപോലെ പാടുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ബോബി മോഹൻ എന്ന് പറഞ്ഞ സാർ, ഈ സിനിമയിൽ നായികയുടെ അച്ഛനായിട്ട് അഭിനയിച്ചതാണ്. പുള്ളി കടന്നു വരികയും പുള്ളി എൻ്റെ പാട്ടുകൾ ലാപ്ടോപ്പിലാക്കി സയൻസ് സാറിനെ കേൾപ്പിക്കുമായിരുന്നു. ഇവർ ലാപ്ടോപ്പിൽ എൻ്റെ പാട്ടുകൾ ആക്കുന്നുണ്ട്, അതിങ്ങനെ മറ്റൊരാളെ കാണിക്കാൻ പോകുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. നമ്മൾ എപ്പോഴും പാടുമ്പോൾ കൂട്ടുകാർക്കിടയിൽ നിന്ന് പാടി. പക്ഷേ ഈ പുള്ളി ഇതെല്ലാം ലാപ്ടോപ്പിലാക്കിയിട്ട് സയൻസ് സാറിനെ കാണിച്ചു. അപ്പോഴാണ് സയൻസ് സാർ എന്നെ ഒന്ന് കാണണമെന്ന് ബോയ് സാറിൻ്റെ പറയണം. അങ്ങനെയാണ് ഞാൻ മറൈൻ ഡ്രൈവിൽ വന്ന് സയൻസ് സാറിനെ കാണണം. ഞാനവിടെ എത്തുമ്പോൾ ഊണ് സമയമാണ്. ഊണൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ 2-3 പാട്ട് പാടി. അപ്പോൾ അതിൽ കൂടുതലൊരു പാട്ട് മുത്തേ പൊന്നെ എന്ന പാട്ടുണ്ടായി. ഈ പാട്ട് അവിടെ പാടുമ്പോൾ നീൻപൊളി സാറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പുള്ളിയൊക്കെ ഭയങ്കര ഡാൻസായിരുന്നു ഈ പാട്ടിന്. മേശയെ കൂട്ടിയ താളവും അതൊക്കെ. അങ്ങനെയാണ് ഇവർ ഈ പാട്ട് സിനിമയിൽ ഉൾപ്പെടുത്തണമെന്ന് രണ്ടുപേരും കൂടെ തീരുമാനിച്ചു. പിന്നെ സയൻസ് സാറിനോട് ചോദിച്ച് അഭിനയിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിക്കാമെന്ന് പറഞ്ഞു. സാർ കുട്ടിക്കാലത്ത് നമ്മൾ അഭിനയിച്ചിട്ടില്ല, ഈ നാടകം പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അഭിനയിച്ചിട്ടില്ലെന്ന്. അപ്പോൾ സാർ പറഞ്ഞ് അഭിനയിക്കണ്ട, ഞാൻ കാണിച്ചു തരുമ്പോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുടിയൻ്റെ കുറേ ഭാഗങ്ങൾ, ആ ചൊറിയൻ വയ്ക്കുമ്പോഴുള്ള അസ്വസ്ഥത, ആ ഒക്കെ സയൻസ് സാറാണ്. ശരിക്കും ഞാൻ അഭിനയിക്കുന്നതിനെക്കാട്ടി പുള്ളി അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ തന്നായിരുന്നു. അരിസ്റ്റോയിലെ താമസം, പ്രത്യേകിച്ച് 7 ആർട്സിൻ്റെ കുറേ സിനിമാ കമ്പനികളുണ്ട് അവിടെ, അവരുടെയൊക്കെ കൂടെ ആയിരുന്നു താമസം. ആ താമസം ചേട്ടൻ്റെ കരിയറിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടില്ല. അവരായിട്ടൊന്നും അങ്ങനെ സിനിമാ കമ്പനികളിലൊന്നും കയറി ഇറങ്ങി ചാൻസ് ചോദിച്ചിട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. കുറച്ചൊക്കെ ജോയിക്ക് അറിയാമല്ലോ. നമ്മളെ പാട്ടുകൾ കൂടുതൽ നമ്മുടെ കൂട്ടുകാർക്കിടയിലാണ്. കൂട്ടുകാർക്കിടയിൽ മാത്രമുള്ള പെർഫോമൻസ് ആയിരുന്നു. അതെങ്ങനെ ഈ നാടൻ പാട്ട് എവിടുന്നെങ്കിലും അറിഞ്ഞാൽ അത് എഴുതുക, പിന്നെ കൂട്ടുകാരുടെ ഇടയിൽ വന്ന് പാടുക, ഇതിങ്ങനെ ശേഖരിച്ച് വയ്ക്കുക, പിന്നെ ഏതെങ്കിലും വേദിയിലൊക്കെ പാടുക, അങ്ങനെയാണോ ഇതിൻ്റെ ഒരു? വേദിയിലൊന്നും പാടാനില്ല. നമുക്ക് പാട്ട്, നമ്മൾ പാടുന്ന പാട്ടുകൾ കേൾക്കാൻ കൂട്ടുകാരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി പാട്ട് എനിക്കൊരു സങ്കോചവും മടിയൊക്കെ ആയിരുന്നു.
അതുകൊണ്ട് കൂടുതലും കൂട്ടുകാരുടെ മുമ്പിൽ പെർഫോമൻസ് ചെയ്യുക എന്നുള്ളതാണ്. കൂട്ടുകാരുടെ മുമ്പിൽ ജാട കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്കില്ലാത്തൊരു കഴിവ് അവരുടെ പ്രകടിപ്പിക്കുക എന്നൊക്കെ ഉള്ള ഒരു ഗമ അത്രയൊക്കെ ഉള്ളൂ. ചേട്ടൻ്റെ ഒരു ആദ്യത്തെ ഒരു നോവൽ, എൻ്റെ പ്രമേയം നോവലില്ല, ഞാനൊരു തിരക്കഥയാണ്. തിരക്കഥ, അതൊരു തീരവും കടലും. അതൊരു ദൂരത്തൊരു തിര. ദൂരത്തിൽ അതൊരു ലവ് സ്റ്റോറി പ്രമേയമാണ്, മലയാളവും കാര്യത്തിലുള്ള. അത് അക്കാലത്തുള്ള ഒരു മെലോ ഡ്രാമ സ്റ്റൈലിലുള്ള തിരക്കഥ. ഇപ്പോൾ മെലോ ഡ്രാമയൊക്കെ മാറിയില്ല, സിനിമ റിയലായി തുടങ്ങി. അപ്പോൾ ഇനി അങ്ങനെയുള്ള തിരക്കഥ എഴുതണം. ഈ അഭിനയം എങ്ങനെയുണ്ട്? അഭിനയം ഒരു ഇഷ്ടപ്പെട്ട മേഖലയാണോ? അഭിനയം എനിക്ക് ഇഷ്ടപ്പെട്ട മേഖലയല്ല. അല്ല അല്ല, കാര്യം ഞാൻ ശരിക്കും ഞാൻ അഭിനേതാവല്ല, പാട്ടുകാരനല്ല. പാട്ട് എഴുതും, അതൊരു പാട്ട് എഴുതാനാണെന്ന് പറയാം. പിന്നെ തിരക്കഥയിൽ കൈവച്ചിട്ടുണ്ട്, അത് അടുത്ത വർഷം ഒരെണ്ണം സിനിമയാക്കാനുള്ള പരിപാടിയുണ്ട്. ഇനി അടുത്ത ചാൻസ് കിട്ടിയിട്ടുണ്ടല്ലോ, അവരും പാട്ട് ചോദിച്ചിട്ടുണ്ടോ? ആ സിനിമ തുടക്ക സമയത്ത് ഇപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. എല്ലാവരും ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട സിനിമ. ഒന്നീ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ആരും പറയാറില്ല, ഒരു ക്യാൻറ്റീനിൽ ഇരുന്ന് പാട്ട് പാടണം, അല്ലെങ്കിൽ കള്ള് ഷാപ്പിൽ ഇരുന്ന് പാട്ട് പാടണം, അത്തരം റോളുകളാണ് വന്നത്. അപ്പോൾ അതൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. കാര്യം പുറത്ത് പോയി അഭിനയിക്കാനുള്ള ധൈര്യം എനിക്കില്ല. സയൻസ് സാറിൻ്റെ പടത്തിലാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ സാറ് ചെയ്യും, നമ്മൾ ചുമ്മാ അഭിനയിച്ച് കൊടുത്തതായി. അപ്പോൾ അതുകൊണ്ട് സയൻസ് സാറിൻ്റെ കൂടെ 2 പടം സാറ് പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ കഴിഞ്ഞ വേറെ പടങ്ങളിൽ അഭിനയിക്കാൻ പോകാൻ താല്പര്യമുള്ളൂ. അഭിനയം ഒരു പ്രധാനപ്പെട്ട ജീവിതമാർഗ്ഗമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല? ഇല്ല, താല്പര്യം തോന്നിയിട്ടില്ല ഇപ്പോഴും? അഭിനയം ഒരിക്കലും നമ്മൾ ഒരിക്കലും സ്വപ്നം പോലും കണ്ടില്ല സംഭവമില്ല. പാട്ടെഴുത്തുകാരനായിട്ട് സിനിമയിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഇഷ്ടം. അതാണ് ഇഷ്ടം. അല്ല, ഈ വലിയൊരു വാതിലിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ സ്വപ്നം ഉണ്ടാവുമല്ലോ, എന്താണ് പിന്നെ വലിയ സ്വപ്നം എന്താണ്? എൻ്റെ വലിയ സ്വപ്നം ജോയിക്കറിയാം, ഞാൻ സംവിധായകനാകുക എന്നാണ് എൻ്റെ സ്വപ്നം. ഒരു സിനിമ സംവിധാനം ചെയ്യും. പ്രൊഡ്യൂസേഴ്സ് വന്നിട്ടുണ്ട് ഒരുപാട് പേര് സിനിമ ചെയ്യാൻ പറയാം. പക്ഷേ എനിക്ക് ഈ കുട്ടികൾക്ക് പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കണം എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് എനിക്ക് ഒരു നിർബന്ധമുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. കൂട്ടുകാർ എപ്പോഴും രസിപ്പിക്കുന്ന ഒരു പാട്ടുണ്ട്, നേരം പുലർന്നടിയെ ആ വലയും കെടുക്കടിയെ എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ട്. അതൊന്ന് പാടാം. അത് ശരിക്കും ഞാൻ ഒരു സിനിമയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. പാടാമെങ്കിലും 4 വരി പാടാം. താളം കൂടി വേണം. ഈ പാട്ട് മുമ്പെങ്ങാണ്ട് നീ അടിച്ചു മാറ്റി വേറെ കവിത ഉണ്ടാക്കിയിട്ടുണ്ട്, കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെയ്താര തകതിമി തകതിമി തക ചെയ്താര തകതിമി തകതിമി തക ചെയ്താര തകതിമി തകതിമി തക ചെയ്താര തകതിമി തകതിമി തക ചെയ്താര തകതിമി 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 തക. മാനം വെളുത്തു പൊന്നേ നീ ആ വലയിങ്ങെടുക്കടിയേ, തോണിയിറക്കിനിടേ ഇന്നു കടല മകനിയുമടേ. ഒരു കോരിൽ വലമടി നിറഞ്ഞാൽ ഒരു നല്ല കോളത് തടഞ്ഞാൽ, ഒരു കോരിൽ വലമടി നിറഞ്ഞാൽ ഒരു നല്ല കോളത് തടഞ്ഞ. കാലം നീക്കാലോ കുടിലിൽ തീപ്പൊക കാണാലോ, കാലം നീക്കാലോ കുടിൽ തീപ്പൊക കാണാലോ. മാനം വെളുത്തു പൊന്നേ നീ ആ വലയിങ്ങെടുക്കടിയേ, തോണിയിറക്കിനിടേ ഇന്നു കടല മകനിയുമടേ. ഈ ഈണം ഒരു പ്രധാന സംഗതിയാണല്ലോ. അപ്പോൾ ഈ പാട്ടാണ് ശരിക്കും സയൻസ് സാറിന് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ സാറിൻ്റെ ചോദിച്ചു ഇതേപോലെ ചോദ്യം, ഈ ഈണം എവിടെ നിന്ന് കിട്ടി? ഇതിലെ വാക്കുകൾ അത് കടലമ്മ ചിരിക്കണ ചിരി കണ്ടു, ചിരിയിൽ കനിയണ നിധി കണ്ടു, കടലമ്മ ചിരി, അങ്ങനെയൊക്കെയുള്ള വരികളുണ്ട് ഈ പാട്ടിൽ. അപ്പോൾ സാറിൻ്റെ ചോദിച്ചു ഈ വരികളൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മൾ സാധനം എവിടെ നിന്ന് കിട്ടിയെന്നല്ല, നമ്മൾ എഴുതിയതാണ്. ഈണം വന്നുപോയി എഴുതണമല്ല, നമ്മൾ പ്രത്യേകിച്ച് 4 വരി എഴുതി വെച്ചിട്ട് ടൂൺ ഉണ്ടാക്കണേ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഓരോ പാട്ടിനും ഓരോ ഈണമായിരിക്കുമല്ലോ സുരേഷ് ഏട്ടൻ എഴുതുന്നത്. അപ്പോൾ ഇത് ഒരു തവണ പാടി നോക്കുന്നു, അപ്പോൾ പിന്നീടും ഇതേ ഈണം ഓർമ്മയിൽ നിൽക്കാൻ ഇത് റെക്കോർഡ് ചെയ്ത് നോക്കുമോ അതോ? റെക്കോർഡ് വയ്ക്കുക. ആദ്യ കാലത്തൊക്കെ അത് ഭയങ്കര പ്രയാസമായിരുന്നു. അത് ഒരിക്കൽ കിട്ടിയ ടൂണ് പിന്നെ ഒരിക്കലും കിട്ടാതെ പോയിട്ടൊക്കെ ഉണ്ട്, അങ്ങനെ അതൊക്കെ പോയിട്ടുണ്ട്. അത് സംഗീതം പഠിച്ച ഒരാളിനായിരുന്നെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് അതില്ലാത്തതുകൊണ്ട് വന്നിട്ടുള്ള ഒരുപാട് ഈണങ്ങൾ നഷ്ടപ്പെട്ടു. പിന്നെ മൊബൈൽ റെക്കോർഡ് ആ സൗകര്യം തുടങ്ങിയ ശേഷം ഒരു ഈണം വന്നതിലൂടെ ഞാനത് ഏതെങ്കിലും ഡമ്മി വരെ എന്തെങ്കിലും ഒപ്പിച്ചിട്ട് അത് പാടി റെക്കോർഡ് ചെയ്തിടും. അത് പാട്ട് എഴുതുന്നതോടൊപ്പം ഈണം രൂപപ്പെടും. അതെ, അങ്ങനെയെങ്കിലും എനിക്ക് എഴുതാൻ പറ്റൂ. പിന്നെ ആ പാട്ടുകൾ വേറെ ആൾക്കാർ ഈണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും, നന്നായിരിക്കും. അവർക്കതിൽ കൊടുക്കാൻ പ്രയാസം ഉണ്ടാവില്ല ഈണം ചെയ്യാൻ.
ഈ പ്രണയത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, പ്രണയ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പാട്ടുകൾ ഉണ്ടാവുമല്ലോ കൂട്ടത്തിൽ? കവിളൂരം മറുകുള്ള പെണ്ണേ, നിന്റെ കരിനീല കണ്ണിലെന്തേ കലക്കം, കന്നിനില ചേലൊത്ത പെണ്ണേ, നിന്റെ കളമൊഴികൾ ഇന്നെങ്ങു പോ, പ്രണയ കലകമോ ഇന്നു മൗനവ്രതമോ, സൗന്ദര്യപ്പിണക്കം എന്തിനെന്നു ചൊല്ലുമോ, ഒന്നുമൊന്നും മിണ്ടാത്ത കാമുകി, നീ ഒന്നുമൊന്നും മിണ്ടാത്ത കാമുകി. കവിളോരം കവിളോരം മറുകുള്ള പെണ്ണേ, നിന്റെ കരിനീല കണ്ണിലെന്തേ കലക്കം, കന്നിനില ചേലൊത്ത പെണ്ണേ, നിന്റെ കളമൊഴികൾ ഇന്നെങ്ങു പോ, പ്രണയ കലകമോ ഇന്നു മൗനവ്രതമോ, സൗന്ദര്യപ്പിണക്കം എന്തിനെന്നു ചൊല്ലുമോ, ഒന്നുമൊന്നും മിണ്ടാത്ത കാമുകി, നീ ഒന്നുമൊന്നും മിണ്ടാത്ത കാമുകി. ചേട്ടാ, അരിസ്റ്റോയിലെ ബാറുകൾ ചേട്ടൻ്റെ പാട്ടിനും ഒരു ഭയങ്കര ഇടം തന്നെയായിരുന്നു. അതിലെ ഇപ്പോൾ അടച്ചുപോയി. ഒരു ബിനുണ്ട്. ഈ ബാറിലൊക്കെ പോയി പാടുമ്പോൾ കൂടുതൽ ഒരു ബിനു ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു ജോയ് ഉണ്ടായിരുന്നു. പിന്നെ ഗോപൻ, പിന്നെ കുറച്ച് പേരൊക്കെ, രോഹിണി ബാർ, ചോള. അപ്പം പിന്നെ ആദ്യമൊക്കെ അവർക്ക് ഭയങ്കര രസമൊക്കെ ആയിരുന്നു പാട്ടൊക്കെ പാടുന്ന ബാറുകാർക്ക്. പിന്നെ പാട്ടുകൾ അവസാനിക്കുന്നത് അടിയിലും പിടിയിലൊക്കെ ആയതുകൊണ്ട് പിന്നെ ബാറ് പാട്ടുകൾ മതിയാക്കിയാണ്. പിന്നെ കൂട്ടുകാർക്ക് വേണ്ടി ഒരുപാട് ഭക്ഷണം പാചകം ചെയ്തിട്ടുണ്ട്. അത് വീടുമായിട്ട് ചിലപ്പോൾ അമ്മയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉറക്കുണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു കാര്യമില്ലെങ്കിലും ചുമ്മാ അമ്മയായിട്ട് ഉറക്കുണ്ടാക്കും. അപ്പോൾ കുറച്ച് ദിവസം പിന്നെ വീട്ടിൽ നിന്ന് ഉണ്ണാൻ പോകുന്നില്ല. അപ്പോഴും നമ്മൾ തന്നെ പാചകമൊക്കെ. അമ്മ കൂട്ടുകാർ ഒരു ബിനുണ്ട്, നല്ല പാചകം ചെയ്യുന്ന. ഞാനും പാചകം ചെയ്യും. അതൊരു എന്താ പറയുക, അതൊക്കെ ഒരു രസം. നമ്മൾ സ്വയം പാചകം ചെയ്ത് കഴിക്കണമൊക്കെ. നമ്മളെന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കൂട്ടുകാരന്മാർ ഒരുപാട് പേര് വരും. നമ്മൾ മട്ട ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടാക്കുന്നു, സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുന്ന കൂട്ടുകാരൊക്കെ വരും. പക്ഷെ നമ്മൾ ഈ ഉപ്പ് നോക്കി, മുളക് നോക്കി, ടേസ്റ്റ് നോക്കി അവസാനം വിളമ്പല്ലാത്തതൊന്നും കാണത്തില്ല. നമ്മൾ തന്നെ തിന്നത്. ഈ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ നിന്നും സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആസ്വാദ്യത കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് കവിത എഴുതുന്നത്, പാട്ട് എഴുതുന്നത് നേരത്തെ പറഞ്ഞല്ലോ. അത്തരം സാഹചര്യത്തെക്കുറിച്ച് കവിത എഴുതുമ്പം ആലോചിക്കുന്നുമില്ല? പ്രത്യേകിച്ച് എല്ലാ പാട്ടുകളും വളരെ കാൽപ്പനികമായത്, പ്രണയമായാലും സൗഹൃദമായാലും. അക്കാലത്ത് നമ്മൾ ശരിക്കുമുള്ള ഒരാളായിരുന്നില്ല. കാര്യം എഴുതുമ്പോഴുള്ള ആദർശവും സ്വഭാവശുദ്ധിയൊന്നും നമ്മുടെ ജീവിതത്തിലുണ്ടാവില്ല. ജീവിതം വേറൊരു വഴിക്കായിരുന്നു. വേറെ വഴിക്കെന്ന് ശരിക്കും അസാന്മാർഗമായിട്ടും സാമൂഹിക ബോധമൊന്നും ഇല്ലാത്ത ഒരു ജീവിതം തന്നെയായിരുന്നു അക്കാലത്ത്. പിന്നെ എഴുതുക എന്ന് പറഞ്ഞത് ഒരു ജാടയ്ക്ക് വേണ്ടി, കൂട്ടുകാരെ ബോധിക്കാൻ വേണ്ടി ഒരു എഴുത്തുകാരനാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് എഴുതി തുടങ്ങിയ സംഭവം. അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള ജനങ്ങളുടെ മുമ്പിലൊക്കെ ഒരു ഗമ കിട്ടാൻ വേണ്ടി എഴുത്തുകാരനെന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ എഴുതുമ്പോൾ അതിനുള്ള ധർമ്മം, എഴുത്തിനോടുള്ള ധർമ്മം കൃത്യമായിട്ട് പാലിക്കുക. അവിടെ എന്താണ് വേണ്ടത്? നമ്മുടെ സ്വഭാവമല്ല എഴുത്തിന് വേണ്ടത്. എഴുത്തിൻ്റെ ഒരു വ്യയമുണ്ട്, വഴിയുണ്ട്. അപ്പോൾ നമ്മൾ എഴുതാതിരിക്കുമ്പോൾ ആ വഴിയിൽ മാത്രം സഞ്ചരിക്കും. എഴുതി കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ എഴുതിയ ആളൊന്നും ആയിരിക്കില്ല. നമ്മൾ തന്നെയായിരിക്കും, പച്ച ആളായിരിക്കും. ഈ ലൈഫിലുണ്ടായിരുന്ന സംഘർഷങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണോ, അതോ ഇപ്പോൾ ഈ സിനിമയിലൊക്കെ വന്ന് ജീവിതത്തിൽ ആകത്തിനൊരു മാറ്റമുണ്ടോ? കൂട്ടുകാർക്കൊപ്പം ഇത്രയും കാലം ആഘോഷിച്ച് ജീവിച്ച ഒരാൾ, അവർക്കിടയിൽ പെട്ടെന്നൊരു താരത്തിൻ്റെ ഒരു ഇത് വരുന്നു, ലൈഫിൻ്റെ മാറ്റം ഉണ്ടായോ? ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടായി ലൈഫ്. ഇപ്പം പഴയതുപോലെ മുൻകോപമില്ല. കാണുന്ന എല്ലാ വിഷയങ്ങൾക്കും ചാടി കയറി ഇടപെടുന്ന സ്വഭാവമായിട്ട്. മുൻപ് കാരണത്തിനായിരുന്നാലും അകാരണത്തിനായൊക്കെ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ ചാടി കയറി ഇടപെടും. ഒടുവിൽ അത് നമുക്ക് തന്നെ ദൂഷ്യമായിട്ട് മാറിയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ജയിലിൽ വരെ പോകാനുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അതിനൊന്നും മാറ്റവും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ സിനിമയ്ക്ക് നമ്മളൊരു മാന്യത കൊടുക്കണമല്ലോ. കവിതകളിലും പാട്ടിലും സംഭാഷണത്തിലും ഒക്കെ ഒരു ഇടത് ചുവയുണ്ട്. പക്ഷേ സുരേഷ് ഏട്ടൻ കറകളഞ്ഞ കോൺഗ്രസ്സുകാരൻ കൂടിയാണ്. ഞാൻ കുട്ടിക്കാലം 9 വയസ്സ് തൊട്ട് കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. നമ്മൾ എഴുതുമ്പോൾ എഴുതുക എന്നുള്ള ധർമ്മം മാത്രമേ ഉള്ളൂ. അല്ല അവിടെ ഇടതുപക്ഷത്തിൻ്റെ ചായ വേണമെന്നോ
അല്ലെങ്കിൽ പ്രണയം തീവ്രമായിരിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ജോയി എന്നെ മുമ്പ് ഒരിക്കൽ പറഞ്ഞു, ചേട്ടാ ഇന്ന ഒരു കാലിനെ കുറിച്ച് പാട്ട് എഴുതാമോ, കവിതയെക്കുറിച്ച് എഴുതാമോ ഒക്കെ ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ കാലഘട്ടത്തിൽ ഓരോ കൂട്ടുകാർ പറയണേ നിനക്ക് എന്താ കാടിനെ കുറിച്ചൊരു പാട്ട് എഴുതിക്കൂടാത്ത, അല്ലെങ്കിൽ പുഴയെക്കുറിച്ചൊരു പാട്ട് എഴുതിക്കൂടാത്ത എന്ന് ഓരോ കൂട്ടുകാർ പറയുമ്പോൾ മാത്രമാണ് നമ്മൾ ആ കവിത പാട്ട് എഴുതുന്നത്. അതായത് മനസ്സിലെന്തെങ്കിലും തോന്നിയിട്ടല്ല എഴുതണം. ഇപ്പോഴും സജീവ കോൺഗ്രസ് പ്രവർത്തനം ഉണ്ടോ? ഇപ്പോൾ ഞാൻ രാഷ്ട്രീയം വിട്ടു. ഞാനിപ്പോൾ പിന്നെ എല്ലാ പാർട്ടിക്കാരും എല്ലാ സ്ഥലത്തും വിളിക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയം നോക്കാതെ തന്നെ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു. ആരാ ഇഷ്ടപ്പെട്ട നേതാവ് ആരാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് ഉമ്മൻചാണ്ടി. അതെന്തുകൊണ്ടാ ഉമ്മൻചാണ്ടിയോട് അത്ര ഒരു അടുപ്പം? ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള ആളാണ് ചാണ്ടി സാർ. അനാവശ്യമായിട്ടുള്ള എല്ലാ ഇതും പറയുമ്പോൾ സാറാണ് കൂടുതലും ഒരുപാട് കേസിലൊക്കെ എന്നെ ഉൾപ്പെടുത്തിയിട്ട് അറസ്റ്റ് ചെയ്തതിന് സമൂഹത്തിൽ ഒന്നും അല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ചാണ്ടി സാർ അപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. ഞാൻ എവിടെ പോയാലും പോലീസ് സ്റ്റേഷനിൽ എവിടെ പോയാലും കാണിച്ചാലും ഞാൻ ചാണ്ടി സാറിൻ്റെ ആളെന്ന് പറയാം. അപ്പോഴും അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ. സുരേഷിൻ്റെ ഏകാന്തത, അതുപോലെ തന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുപാട് പേരുടെ ഏകാന്തതയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കവിതയുണ്ട്. അത് പൂർത്തിയാക്കിയോ? ഒറ്റയ്ക്കൊരു തുമ്പി ദുഃഖിച്ചിരിക്കുന്നു. അത് എൻ്റെ കവിതയല്ല, അത് ബിനു എന്ന് പറഞ്ഞ കൂട്ടുകാരൻ്റെ കവിതയാണ്. ജോയിക്കറിയല്ലോ, അതവ എഴുതി 10 വർഷം കൊണ്ട് എഴുതുന്നു, പല്ലവി ആയിട്ടുണ്ട്. ഒറ്റയ്ക്കൊരു തുമ്പി ഒറ്റയ്ക്കൊരു തുമ്പി ദുഃഖിച്ചിരിക്കുന്നു, മുറ്റത്തെ തേന്മാവിൻ കൊമ്പിൽ ഒറ്റയ്ക്കിരിക്കുന്നു. എനിക്ക് ഇപ്പം അത്രയും ഓർമ്മയുള്ളൂ. നല്ലൊരു കവിതയാണ്. അവൻ മിടുക്കനായ ഒരു കവിത എഴുത്തുകാരനാണ്. കാര്യം ഒരു 10-12 വർഷമായിട്ട് ഈ കവിത എഴുതുകയാണ്. 4 വരി അവ എഴുതിയിട്ടുണ്ട്, പല്ലവിയായിട്ടുണ്ട്. ഇനി അടുത്ത ഏതാനും ഒരു 8-10 വർഷം കൊണ്ട് അവൻ പാട്ട് പൂർത്തിയാക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഈ കുടുംബ സാഹചര്യമൊക്കെ എങ്ങനെയാണ് വളർന്നു വന്നത്, പഠിച്ചത്? പഠിക്കാൻ ഞാൻ കുട്ടിക്കാലം തൊട്ടേ മോശമായിരുന്നു. 7ാം ക്ലാസ് വരെയൊക്കെ ഒരുവിധം കഷ്ടപ്പെട്ടൊക്കെ സ്കൂളിൽ പോയി. കഷ്ടപ്പെട്ട് സ്കൂളിൽ പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ ഇഷ്ടമില്ലായിരുന്നു സ്കൂളിൽ. കാര്യം ഞാൻ വളരെ കുട്ടിക്കാലം തന്നെ ഈ സിനിമയിൽ ഭ്രാന്ത് കയറിപ്പോയ ഒരാളാണ്. ക്ലാസ് കട്ട് ചെയ്ത് 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയിരുന്നു. സിനിമയ്ക്കുള്ള വരുമാനം അക്കാലത്ത് തമ്പാനൂർ പള്ളിയുണ്ട്. അവരുടെ നിസ്കാര സമയം 12:30 മണിക്ക് അവർ പള്ളിയിൽ നിസ്കാരത്തിന് കയറുമ്പോൾ ഞാൻ വന്നിട്ട് അവരുടെ ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് നോക്കണം, ഈ പ്ലാസ്റ്റിക്കിലെ ചെരുപ്പ്. അതിനെ കൊണ്ട് പിന്നെ കീറി ഒക്കെ മുറിച്ച് ചാല മാർക്കറ്റിൽ വിൽക്കും. അന്ന് കിലോയ്ക്ക് 1 രൂപ 40 പൈസ ഉണ്ട്. ഇപ്പോഴും ഓർമ്മ എനിക്കുന്നുണ്ട്. സിനിമ കാണാൻ 60 പൈസ 75 പൈസ മതി. അപ്പോൾ ഒരു ജോഡി ചെരുപ്പെടുത്താൽ നമുക്ക് ഒരു സിനിമ ഉഷാറായിട്ട് കാണാം. അത് ഈ സ്കൂൾ വിട്ട് വരുന്ന സമയം, ഉച്ചയ്ക്കാണ് സ്കൂളിൽ വിടുന്ന സമയം, 12:00-ക്കൊക്കെ ഞാൻ സ്കൂൾ വിട്ട് വരുന്ന സമയം ഈ നിസ്കാരത്തിൻ്റെ പറ്റിയ സമയം. ഞാനതെടുത്ത് സഞ്ചിക്കകത്ത് ഇട്ടിട്ട് വീട്ടിൽ പോകും, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന വഴി അങ്ങനെ അടിച്ചു മാറ്റി എടുത്ത ചെരുപ്പ് സ്കൂൾ ബാഗിനകത്ത് വെച്ചിട്ട് ഞാൻ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്. ടീച്ചർ ഉച്ച സമയത്ത് ടീച്ചർ എല്ലാവരുടെ ബാഗ് പരിശോധിക്കുന്ന ഒരു പരിപാടിയാണ്. ആ സമയത്ത് ഞാൻ ഈ ചെരുപ്പിനെ എടുത്ത് എൻ്റെ കാലിൽ തന്നെ, എനിക്കന്ന് ചെരുപ്പില്ലായിരുന്നു. അപ്പോൾ ടീച്ചറൊന്ന് നോക്കിയിട്ട് എന്ന് വലിയ ചെരുപ്പാണ്, നമ്മുടെ അച്ഛൻ്റെ ചെരുപ്പാണ്, ചെരുപ്പില്ല ഇട്ടുകൊണ്ടല്ലേ. അങ്ങനെ കുറേ കുസൃതികൾ കാണിച്ചിട്ടുണ്ട് സ്കൂളിലും. സുരേഷേട്ടാ, റെയിൽവേ ജോലിയുള്ള രക്ഷകർത്താക്കളുടെ കുടുംബത്തിൽ ജനിച്ചിട്ട് ചേട്ടൻ എങ്ങനെ ഈ സ്ട്രീറ്റിലെത്തി ചുമട്ടുതൊഴിലാളിയായി? അങ്ങനെയുള്ള വളർച്ച എങ്ങനെയാണ്? സ്വഭാവ ദൂഷ്യം തോന്നി. എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട് എൻ്റെ ഇളയച്ഛനും അമ്മയൊക്കെ, ഈ റോട്ടിൽ പോകുന്നതിനും വരുന്നതിനൊക്കെ. പക്ഷേ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ഞാനെങ്ങനെയോ അങ്ങ് റോട്ടിലങ്ങ് ആയിപ്പോയി കുട്ടിക്കാലം തൊട്ട്. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചുമടെടുക്കാൻ പോകും. 6ലും 7ലൊക്കെ പഠിക്കുമ്പോൾ അത് ചുമടെടുക്കാൻ പോകണം. അത് എന്നെ സംബന്ധിച്ചുള്ള വരുമാനത്തിന് വേണ്ടിയിട്ടില്ല, ഒരു ഇൻട്രസ്റ്റ്. റോട്ടിലേക്കൊന്ന് ഇറങ്ങിപ്പെടുക എന്നുള്ള, റോട്ടിലൊരാളായി മാറുക എന്നുള്ളതായിരുന്നു നമ്മുടെ താല്പര്യം. അതിൻ്റെ വിഷമങ്ങൾ പിന്നെ ഞാൻ ഒരുപാട് സിനിമയിലൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ ചെന്നപ്പോൾ SLC വരെ പഠിച്ചാലേ ചേരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് നഷ്ടബോധം തോന്നിയ നിമിഷങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ കുറേ നല്ല കൂട്ടുകാരുണ്ട് എനിക്ക്.
എൻ്റെ ഇംഗ്ലീഷിലായിരുന്നാലും നമുക്ക് പറഞ്ഞുകൊടുത്ത വാക്കുകൾ പറഞ്ഞു തരും, മലയാളത്തിലെ അക്ഷരത്തെറ്റുകൾ തിരുത്തി തരും. നമ്മൾ നല്ല ഒരു സംസ്കാരം അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് സംസ്കാര ശൂന്യമല്ലാത്ത വാക്കുകൾ പ്രയോഗിക്കാതിരിക്കാനുള്ള ക്ലാസ്, അങ്ങനെ ഒരുപാട് കൂട്ടുകാരെന്നെ ഒരുപാട് സഹായിക്കും. നീ ഇവിടെ ഇപ്പം എങ്ങനെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഇപ്പോൾ വീട്ടിലെ അമ്മയും ഒരു സഹോദരിയും. കല്യാണം ഉണ്ട്, കഴിക്കണം. കല്യാണം കഴിച്ചിട്ടില്ല? ഇല്ല, കല്യാണം ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, സിനിമ സംവിധാനം അതാണ് എൻ്റെ ലക്ഷ്യം. ഈ ഘട്ടത്തിൽ ഒരുപാട് കാലം പുറത്തു നിന്നല്ലോ, സിനിമയിൽ ഇപ്പോഴാണല്ലോ വരുന്നത്. ഈ ഘട്ടത്തിൽ നിരാശ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് ഒരുപാട് പ്രാവശ്യം ഞാൻ എൻ്റെ തിരക്കഥ പലരെയും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചിട്ടുള്ള ഒന്ന് രണ്ട് തിരക്കഥകൾ പിന്നെ സിനിമയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് നിരാശ തോന്നിയിട്ടുണ്ട്. പിന്നെ അപ്പോഴൊക്കെ എനിക്കതൊരു ധൈര്യം, ഒരു പ്രചോദനമൊക്കെ നൽകിയത്. കാര്യം നമ്മുടെ പേര് വന്നില്ലെങ്കിലും നമ്മളെഴുതിയൊരു സാധനമാണ് അവിടെ കാണുന്നത് എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. അതാണ് പിന്നെ എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. ശരിക്കും ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന പാട്ട് നാടൻ ശൈലിയിലുള്ളൊരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഗോപൻ ചേട്ടൻ, പുള്ളിക്ക് 38 വയസ്സായിട്ടും, ഇപ്പം പുള്ളിക്ക് 10 വയസ്സുള്ള മോളുണ്ട്. അന്ന് 38 വയസ്സായിട്ടും പുള്ളിക്ക് മാരീഡായിട്ടില്ല. മാരീഡാകുന്നുണ്ട്. പുള്ളി ഭയങ്കര സങ്കടവാനാണ്. എന്നും വൈകുന്നേരം വന്ന് നമ്മൾ ആ മുറിയിൽ നമ്മളെ കൂടുതൽ വന്ന് പറയും, ഇന്ന് പോയ പെണ്ണെ കിട്ടിയില്ല, അല്ലെങ്കിൽ വീട്ടിൽ അച്ഛനമ്മയും കല്യാണം ആലോചിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ പുള്ളി വെച്ചിട്ടാണ് ശരിക്കും ഞാൻ അന്നൊരു എന്നെ പറയാനാ അതൊരു പാട്ടായിട്ടൊന്നും പറയാം. ആ പുള്ളിയുടെ ലൈഫിൽ ഒരു പാരടി പാട്ടുമല്ല എഴുതിയതാണ് ആ പാട്ട്. പൊന്മുടിമലയിലെ തേയിലക്കാട്ടിൽ തളിരിലെന്നുള്ളുമ്പം കണ്ണുകൊണ്ട് കരളിലൊരായിരം പൂവമ്പെറിഞ്ഞോള്, പുലരിക്ക് വെട്ടം പൂക്കും നേരം ഇന്ന് കല്ലാറിൻ കടവിൽ, കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറമഴകെ എനിക്ക് കാണിച്ചു തന്നോള്, തത്തമ്മ ചുണ്ടുള്ള പെണ്ണാള്, പെണ്ണിൻ കവിളത്ത് ചന്ദനയഴകാണ്. അങ്ങനെ തുടങ്ങുന്ന പാട്ടാണ് ഞാൻ ആദ്യമായിട്ടില്ല. അപ്പോൾ അതിലൊരു കാര്യമില്ല, ഈ പൊന്മുടി മലയും തേയിലക്കാടും കാര്യമായിട്ടൊന്നുമില്ല. അതിലൊരു വാക്ക് ഈ പറയണൊരു വാക്കാണ്, 18 തികയും മുമ്പേ അമ്മയെ തട്ടിക്കൊണ്ടുവന്നയച്ച, 28 തികഞ്ഞിട്ടും എൻ്റെ താലികെട്ട് എന്തായി എന്ന് ആ ഒരു പരാമർശം മാത്രമേ ആ ഒരു ചോദ്യ രൂപേണ ആ കഥയിൽ ആ പാട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ എഴുതുന്ന പാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ളതായി. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു താളം ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ പാടണം, എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ളൂ. അങ്ങനെ ഞാൻ എഴുതിയ ഒരു പാട്ടാണ് കാടുകരയുന്നേ കാടിൻ്റെ മക്കൾ കരയുന്നേ, കട്ടുതിന്ന നാട്ടുകൂട്ടം വേട്ടയാടിയ നൊമ്പരങ്ങൾ, കോലം കെട്ടി ഉറഞ്ഞു തുള്ളി മയങ്ങി വീഴണ കണ്ടിട്ടയ്യോ കാടുകരയുന്നേ, കാടിൻ്റെ മക്കൾ കരയുന്നേ. സിനിമയിലോട്ട് വരുന്നതിന് മുന്നേ ഗണപതി ക്ഷേത്രത്തിൽ ഒരു പാട്ട് എഴുതിയിരുന്നല്ലോ, തിരുവനന്തപുരം. കറുക പൂമ്പോൾ പ്രിയനേ നിത്യം കവികുലം വാഴ്ത്തുന്നൊരേകദന്തനേ, കരിമുഖ കണ്ടത്തിൽ ചാർത്തുകയാണൻ കവിതകൾ കോർത്തൊരി ദൃണഹാരം, കറുകപ്പൂ ബോഡി പ്രിയനേ. ഇങ്ങനെ പാട്ട് ഗണപതി പാട്ടുകൾ. പിന്നെ ആറ്റുകാലമ്മയെക്കുറിച്ച് അത് ആ എല്ലാ പൊങ്കാലയ്ക്കും ഒരു പാട്ട് എഴുതും. അത് അരിസ്റ്റോ ജംഗ്ഷനിൽ അവിടുത്തെ ഉത്സവ കമ്മിറ്റിയിൽ. ഈ ബാറിലിരുന്ന് ഒരുപാട് പാട്ട് പാടിയല്ലോ. ഇപ്പം ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ തന്നെയാണ് ഈ ബാറെല്ലാം പൂട്ടിക്കളഞ്ഞത്. ഇപ്പോഴത്തെ സർക്കാർ വന്നിട്ട് ഇപ്പോൾ തുറക്കാൻ പോകാമെന്ന് കേൾക്കുന്നു. ബാറ് പൂട്ടിയത് നന്നായി തോന്നുന്നുണ്ടോ? ഞാൻ അതിനോട് ഒരു വ്യക്തമായ അഭിപ്രായം പറയുന്നില്ല, പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ പറയാം. നമ്മൾ നേരത്തെ ഈ പറയുന്ന രോഹിണി ചോള ബാറുകളിലൊക്കെ എല്ലാ മാസവും 1-ാം തീയതിയൊക്കെ ആകുമ്പം സർക്കാർ ഉദ്യോഗസ്ഥർ അവിടെ മദ്യപിക്കാൻ വരും. ഇവർ കുറേ കഴിഞ്ഞ് ഇങ്ങനെ മദ്യപിച്ച് പിറ്റായി കഴിയും, നല്ല ബോധം വീഴുമ്പം ചില ആൾക്കാർ രംഗപ്രവേശം ചെയ്യും. ആ ചേട്ടാ വാ, മാമ വാ, ഇവിടെ എന്തെങ്കിലും വീട്ടിൽ പോയി സമയം വരും, പെട്ടെന്ന് വരും, അവിടെ വീട്ടുകാരെല്ലാവരും കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം വിളിച്ചുകൊണ്ട് പോയി ഇറക്കിക്കൊണ്ടുപോയി ഹോട്ടലിൽ കയറ്റി പോകും. ഹോട്ടലിൽ കയറ്റി പോയിട്ട് വഴിയിലെത്തി കാശെല്ലാം എടുത്തിട്ട് ഇയാളെ തള്ളിയിട്ട് പോകും. പിന്നീട് നമ്മൾ കാണുന്ന ഇയാൾ റോഡ് വക്കത്തിൽ നിൽക്കുന്നത് കരയണതാണ്. പൈസയ്ക്ക്
പൈസ പോയി എന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പം കാണാറില്ല. സർക്കാർ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് സംഭവം അവിടെ വീട്ടിലെത്തിക്കുന്നുണ്ട് കുടിയന്മാരെ. പിന്നെ എൻ്റെ പ്രശ്നം ഞാൻ പറയില്ല, എല്ലാ പ്രശ്നവും എന്ത് ക്രൈമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളതും ബാറിൽ നിന്നാണ്. പിന്നെ പൂട്ടി നന്നായിരുന്നു. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പാട്ട് കൂടി പാടി അവസാനിപ്പിക്കാം. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ, എന്തിനു പെണ്ണെ നിനക്കിന്നു പിണക്കം, നീ എൻ്റെ കരളല്ലേ. രാവിൻ്റെ മാറിൽ മയക്കം കൊള്ളുമ്പോൾ നീയല്ലോ കനവാകെ, പകലിൻ്റെ മടിയിൽ മിഴി തുറന്നാൽ രാവത്തും വരയ്ക്കും നിൻ രൂപം മുന്നിൽ, മൊത്തത്തിൽ പറഞ്ഞാൽ നീ എൻ്റെ നിഴലും വെളിച്ചമെന്നിൽ തൂകുന്ന വിളക്കും. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ, ചെട്ടിക്കുളങ്ങര ഭരണിക്കു പോകാം, പൂരപ്പറമ്പാകെ തട്ടിമുട്ടി നടക്കാം, താനേ തന്നെ തന്നാനേ താനെന്നെ, ചേലുള്ള കല്ലുള്ള മാലകൾ വാങ്ങാം, കണ്ണാടി വളവിൽക്കും കടയിലും കേറാം, താനേ തന്നെ തന്നാനേ താനെന്നെ, കണ്ണോട് കണ്ണോരം നോക്കിയിരിക്കാം, കാതോട് കാതോരം കഥകൾ പറയാം. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ, താനേ തന്നെ തന്നാനേ താനെന്നെ, താനേ തന്നെ തന്നാനേ താനെന്നെ. ഇവിടെ കൈയടിക്കാൻ നിവിൻ പോളി ഇല്ലാത്തതുകൊണ്ട് വളരെ നന്ദി മീറ്റ് ദ ഡോക്ടേഴ്സിൽ ഇത്രയും നേരം ചെലവഴിച്ചത്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.